ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ 3ാമത്തെ ദിവസമാട്ടോ. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് മോണ്ടെനെഗ്രോന്ന് ഒരു 2 hours ഡിഫറൻസിലുള്ളൊരു സ്റ്റേയിലായിരുന്നു. സ്കോദർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടോ നമ്മൾ സ്റ്റേ ചെയ്തേക്കുന്നത്. നമ്മൾ രാവിലെ എണീറ്റ് ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ള വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് കുറേ മലകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ ഈ അമ്മാമ്മ കുറേ റോസാപ്പൂ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി സ്മെല്ലായിരുന്നു ഈ റോസാപ്പൂ എന്ന് വന്നുകൊണ്ടിരുന്നത്. നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. ഇതൊരു അമ്മാമ്മയുടെ പ്രോപ്പർട്ടി. അമ്മാമ്മയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരും. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നേക്കാട്ടോ. ഇത് ഇവരുടെ പ്രോപ്പർട്ടിയുടെ അടുത്ത് തന്നെ ഇവർ ഒരു ഫുഡ് കഴിക്കാനായിട്ടുള്ളൊരു ഏരിയ പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അവർ നമ്മൾ രാവിലെ എണീറ്റ് ചെന്നപ്പോൾ തന്നെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റായിട്ട്. നമുക്ക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. കുറേ ബ്രെഡും ജാമും പിന്നെ ഇവരുടെ എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് അറിയാൻ പറ്റില്ല, പക്ഷെ നല്ലതായിരുന്നു. ഈ ഒരു എയർബിഎൻബിയിലുണ്ടല്ലോ നമുക്ക് മൊത്തത്തിലൊരു ഹോംലി ഫീലാട്ടോ കിട്ടിയത്. കാരണം ഈ ഒരു എയർബിഎൻബിയുടെ ഹോസ്റ്റ് ഒരു പ്രായമുള്ളൊരു ലേഡിയാണ്. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ ഭയങ്കര പ്ലസൻ്റായിട്ട് ആണ് നമ്മളെ വെൽക്കം ചെയ്തതും പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തന്നതൊക്കെ ഭയങ്കര പ്ലസൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ എത്തിയപ്പോൾ തൊട്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും അപ്പം തന്നെ പറഞ്ഞിരുന്നു നമുക്ക് എന്തെങ്കിലും നല്ലൊരു അടിപൊളി റിവ്യൂ കൊടുക്കണമെന്ന്. ഈ ഒരു അമ്മ കുറേ റോസ് ചെടികൾ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ റോസിൻ്റെ സ്മെല്ലുണ്ടല്ലോ, ശരിക്കും ഞാൻ ഇത്രയും സ്മെല്ലിങ്ങനെ ആ ഒരു റോസിൻ്റെ കറക്റ്റ് സ്മെല്ല് എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. കാരണം ആ ഒരു സ്മെല്ല് കൊണ്ട് നമുക്ക് ആ ഒരു ഏരിയ ഫുള്ള് നമുക്ക് ആ ഒരു സ്മെല്ല് ശരിക്കും ഫീൽ ചെയ്യാം. നല്ല കാറ്റും ഒക്കെ കൂടി ഉള്ള കാരണം ശരിക്കും അതിൽ കൂടെ നടക്കുമ്പോൾ ഫുള്ള് ഇങ്ങനെ റോസിൻ്റെ സ്മെല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഇവിടെ ഉള്ള അമ്മാമ്മയുടെ കുറേ മരങ്ങളും ചെടികളൊക്കെ നമുക്കിങ്ങനെ നടന്ന് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. Lemon. Nice smell. This rose is too nice. It's got good smell. എനിക്ക് ഈ റോസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മ അവിടെ നിന്നൊരു റോസ് പറിച്ച് എനിക്ക് തന്നു കേട്ടോ. ഭയങ്കര സ്വീറ്റ് ആയിരുന്നു അമ്മ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അൽബേനിയയിൽ വരുന്നവർക്ക് ശരിക്കും ഞാൻ ഈ ഒരു സ്റ്റേ ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു കേട്ടോ. കാരണം നമ്മൾ ട്രാവലൊക്കെ ചെയ്ത് നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ട് ഭയങ്കര ഹോംലി ഫീലും അതുപോലെ നമ്മളെ ഭയങ്കര വാമായിട്ട് വെൽക്കം ചെയ്യുന്ന ഒരു അടിപൊളി ഹോസ്റ്റുമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളത്. അപ്പം നമ്മൾ ഈ അമ്മാമ്മേൻ്റെ അടുത്ത് ബൈക്ക് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 10 ആയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ നല്ല ടയർഡ് കാരണം എണീറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഓൾമോസ്റ്റ് ആ ഒരു ടൈമായി. അപ്പം നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഡയറക്റ്റ് പോകുന്നത് മോണ്ടെനെഗ്രോയിലോട്ടാട്ടോ. മോണ്ടെനെഗ്രോയിലോട്ട് പോയിക്കൊണ്ടിരിക്കാട്ടോ. നമ്മുടെ അൽബേനിയ പരിപാടീസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ മോണ്ടെനെഗ്രോയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബേബി, how was Albania? അൽബേനിയ നൈസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ സ്ഥലമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഇവിടെ ബീച്ചൊക്കെ അടിപൊളിയാണ്. നോർത്തിലോട്ട് വരുമ്പോൾ ബീച്ചല്ല, സൗത്ത് സൈഡിലാണ് ബീച്ച് കുറച്ചും കൂടെ ആ ഒരു ബ്ലൂ കളർ കിട്ടുന്നത്. നോർത്തിൽ ആ കളർ അധികം കിട്ടില്ല, പക്ഷെ എന്നാലും ഇവിടെ ഫുഡും ഫുഡ് വേറെ ലെവലാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാ ഫുഡും ഭയങ്കര ടേസ്റ്റും ഉണ്ട്, ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ട്, എന്നാൽ അധികം പ്രൈസും ഇല്ല. നല്ല ടേസ്റ്റ് ചെയ്യുന്നു കഴിച്ച എല്ലാ ഫുഡും. പിന്നെന്താ, എന്തായാലും ഇനിയിപ്പോൾ മോണ്ടെനെഗ്രോ പോകാൻ പോവാണ്. ഇനിയിപ്പോൾ നമ്മൾ ഒരു 3 days മോണ്ടെനെഗ്രോ.
അപ്പം നമ്മൾ ബൈ റോഡ് നമ്മൾ മോണ്ടിനെഗ്രോയിലോട്ട് പോകുമ്പോൾ ഈ അൽബേനിയയുടെയും മോണ്ടിനെഗ്രോൻ്റെയും ഒരു ബോർഡർ ഉണ്ട്. ഇതാട്ടോ ആ ബോർഡർ. നമ്മളവിടെ നമ്മുടെ പാസ്പോർട്ടും വിസയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് കാണിക്കണം. അപ്പോൾ അവിടുത്തെ ഓഫീസേഴ്സ് അതൊക്കെ വെരിഫൈ ചെയ്തിട്ട് നമ്മളെ ബോർഡർ ക്രോസ് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നത്. ശരിക്കുണ്ടല്ലോ ആ ഒരു ബോർഡറിൻ്റെ ഒരു മതിലിൻ്റെ ഇപ്പുറത്ത് അൽബേനിയയും ആ മതിലിൻ്റെ അപ്പുറത്ത് മോണ്ടിനെഗ്രോ ആട്ടോ. അങ്ങനെ നമ്മൾ ബോർഡറൊക്കെ ക്രോസ് ചെയ്ത് കുറേ ഡ്രൈവ് ചെയ്ത് മോണ്ടിനെഗ്രോ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്ന് നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ 2 hours കാണിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അവിടെ മോണ്ടിനെഗ്രോയിൽ എത്താനായിട്ട് ഓൾമോസ്റ്റ് ഒരു 5 hours അത്ര എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുള്ളി മാപ്പിനെ വിശ്വസിച്ച് ഇറങ്ങരുത്. കാരണം മാപ്പിൽ കാണിക്കുന്ന ടൈം തന്നെ ആയിരിക്കത്തില്ല നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ വരുന്നത്. കുറച്ചും കൂടെ ടൈം എടുക്കുന്നുണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ. ഞങ്ങൾ മോണ്ടിനെഗ്രോ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. 3 മണിയായിട്ടുണ്ടായിരുന്നു നമ്മൾ മോണ്ടിനെഗ്രോ എത്തിയപ്പോൾ. ഭയങ്കര വലിയ ടണലാന്ന് തോന്നുന്നു. അറ്റം കാണുന്നുണ്ടോ ഒരു വെളിച്ചം? അത് വണ്ടിയുടെ വെളിച്ചം വരുന്നുണ്ട്. ഓ ഇത് ഭയങ്കര വലിയ ടണലാട്ടോ. നമ്മുടെ ലിവർപൂളിലൊക്കെ ഉള്ള പോലത്തെ വലുതാ തോന്നുന്നു. നമ്മൾ വെള്ളത്തിൻ്റെ താഴത്ത് കൂടിയാണോ? അപ്പം നമ്മൾ ഫസ്റ്റ് ഡയറക്റ്റ് പോകുന്നത് കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. നമ്മൾ സ്റ്റേ എടുത്തേക്കുന്നത് കോട്ടൂരാണ്. ഈ മോണ്ടിനെഗ്രോ എന്ന് പറഞ്ഞാൽ അൽബേനിയ പോലെ ഭയങ്കര വലിയ ഒരു ഇതല്ല. മോണ്ടിനെഗ്രോയിൽ നമുക്ക് ഓരോ സ്ഥലത്തു നിന്ന് അടുത്തടുത്ത നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കൊക്കെ പോകാനായിട്ട് അത്ര ഒരുപാട് ടൈം എല്ലാം ഒരു 1 hour ആ ഒരു മാക്സിമം അത്രയും ഡിസ്റ്റൻസിലാണ് ഈ ഒരു മോണ്ടിനെഗ്രോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഡേ സ്റ്റേ എടുത്തത് കോട്ടൂർ എന്ന് പറഞ്ഞുള്ള സ്ഥലത്താട്ടോ. അപ്പം നമ്മതാ കോട്ടൂർ നമ്മൾ സ്റ്റേയിലിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഓർത്തു എന്തായാലും ലേറ്റായി, അപ്പോൾ നമുക്ക് കോട്ടൂരൊക്കെ ഒന്ന് കറങ്ങാം എന്ന് ഓർത്തു. ഈ കോട്ടൂരിൽ മെയിനായിട്ടുള്ളത് അവിടുത്തെ ഒരു ക്ലോക്ക് ടവർ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ബീച്ചുണ്ട്. പിന്നെ അതുപോലെ ഇവിടുത്തെ ബോട്ട് ട്രിപ്പ് ഭയങ്കര ഫേമസ് ആട്ടോ. ലൈക്ക് ഭയങ്കര അടിപൊളിയാണത്. നമ്മൾ അത് കിട്ടുമോ എന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ആദ്യം നോക്കിയത്. പക്ഷേ 3 മണിക്കായിരുന്നു അവിടുത്തെ ലാസ്റ്റത്തെ ബോട്ട് പോകുന്നത്. നമ്മൾ എത്തിയപ്പോൾ എന്തായാലും 3 കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും നടക്കത്തില്ല. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഡേയിലേക്ക് നമ്മളത് വെച്ചു. എന്നിട്ട് നമ്മൾ കോട്ടൂർ ടൗണൊക്കെ നമ്മൾ നടന്ന് കാണുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ സ്ഥലത്ത് കൂടെ ഇങ്ങനെ നടക്കുന്നത്. ഇവിടെ ഇങ്ങനെ കുറേ മാർക്കറ്റ് പോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഷവർമ്മ കട കാണുന്നത്. അപ്പം തന്നെ നമ്മൾ ഷവർമ്മ ഓർഡർ ചെയ്തിട്ടോ. ഷവർമ്മ നമ്മുടെ ഒരു വികാരമാണല്ലോ. നല്ല ഷവർമ്മയായിരുന്നു കേട്ടോ. കാരണം ലൈക്ക് നാട്ടിൽ കിട്ടുന്ന അത്ര ടേസ്റ്റ് ഇല്ല, പക്ഷേ UK കിട്ടുന്നതിനേക്കാളും നല്ലതുമാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു ലൈക്ക് മിഡിലിൽ നിൽക്കുന്ന ഒരു ഐറ്റം. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ ഫസ്റ്റ് പോകുന്നത് കോട്ടൂർ ഓൾഡ് ടൗണിലോട്ടാട്ടോ. ഈ ഒരു ഓൾഡ് ടൗണിൻ്റെ അകത്ത് കുറേ റെസ്റ്റോറൻറ്റ്സും ഷോപ്സും എല്ലാം ഒരു ആൻറ്റിക് ടച്ചിലായിരുന്നു. പിന്നെ അതുപോലെ ലൈക്ക് നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പുള്ളൊരു ബിൽഡിങ്ങും അങ്ങനെയൊക്കെ ആയിരുന്നു ഇതിൻ്റെ അകത്ത് കാണാനായിട്ട്. നമ്മൾ കുറച്ച് നേരം അതിൻ്റെ അകത്തൊക്കെ കണ്ട് നടന്നു. അപ്പം നമ്മൾ ഈ ഒരു ക്ലോക്ക് ടവറിൻ്റെ പൊക്കത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയയുടെ ഫുൾ വ്യൂ കിട്ടും കേട്ടോ. നല്ല രസമായിരുന്നു അവിടെ നിന്ന് കാണാനായിട്ട്. കാരണം ആ ഒരു വെള്ളത്തിൻ്റെ കളറും പിന്നെ അവിടെ ഒരു വലിയൊരു ലൈക്ക് ഒരു ഷിപ്പ് പോലത്തെ സാധനമൊക്കെ ഉണ്ടായിരുന്നു. ഷിപ്പ് പോലത്തെ സാധനം കേട്ടോ, ശരിക്കും ഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ കാണാനായിട്ട് ഭയങ്കര ശരിക്കും ഒരു പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പോലെയായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ ഇതിൽ കൂടി ഇങ്ങനെ നടക്കാനായിട്ട്. നമ്മൾ പോകുന്നത് ഏപ്രിൽ ടൈം ആയതുകൊണ്ട് സീസൺ ഇങ്ങനെ സ്റ്റാർട്ടായി തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ഓഫ് സീസണും അല്ല എന്നാൽ പക്കാ സീസണും അല്ലാത്തൊരു മിഡിലായിട്ടുള്ളൊരു ടൈമിലായിരുന്നു നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ അത്ര ഓവർ ക്രൗഡഡായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. എന്നാലും മോണ്ടിനെഗ്രോ അൽബേനിയ വെച്ച് നോക്കുമ്പോൾ മോണ്ടിനെഗ്രോയിൽ കുറച്ചും കൂടെ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും സീസൺ ആയിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഭയങ്കര ക്രൗഡായിരിക്കും. ബെറ്റർ മീൻസ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏപ്രിൽ മെയ് ടൈമിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ക്രൗഡില്ലാണ്ട് നമുക്ക് സമാധാനമായിട്ട് എല്ലാ സ്ഥലങ്ങളൊക്കെ കണ്ട് പോരാൻ പറ്റും. ഒരുപാട് തിരക്കിലാണ്. സമ്മർ ആകുമ്പോൾ ഇവിടെ
യൂറോപ്പിൽ എല്ലാവരും ലൈക്ക് ഒരുപാട് ഹോളിഡേയ്സിനും ഒക്കെ പോകുന്ന ഒരു ടൈമാണ് സമ്മർ. അപ്പോൾ എല്ലായിടത്തും ക്രൗഡായിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു ആ ഒരു സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാകുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എല്ലായിടത്തും പോകുമ്പോൾ. അപ്പം നമ്മൾ ബീച്ചിൻ്റെ സൈഡിലേക്ക് നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. ഞാൻ അവിടെ പോയാലും ചോക്ലേറ്റ്സാണ് വാങ്ങിക്കാറ് മെയിൻ. പിന്നെ വേറെ ഏതൊരു ഫ്ലേവറാണ് വാങ്ങിച്ചത്. നമ്മൾ അൽബേനിയയിൽ പോയപ്പോഴും ഇവിടെ വന്നിട്ടും ഒരുപാട് ഐസ്ക്രീം ഷോപ്സ് കണ്ടു കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു ഡെസേർട്ട്സിനോട് ഇവിടെ കുറച്ചും കൂടെ ലൈക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് തോന്നുന്നു. അങ്ങനെ നമ്മൾ നടന്ന് ബീച്ചിലെത്തിയിട്ടോ. ഈ ഒരു ബീച്ചിലെ വെള്ളത്തിൻ്റെ കളറുണ്ടല്ലോ, ശരിക്കും ഒരു ബ്ലൂയിഷ് ഗ്രീൻ, ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. നമ്മളിങ്ങനെ കണ്ടിങ്ങനെ നോക്കി ഇങ്ങനെ നിന്ന് പോകും, അത്രയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. ഏത് സൈഡിലേക്ക് തിരിഞ്ഞാലും ശരിക്കും എങ്ങോട്ട് നോക്കിയാലും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തൊട്ടടുത്തുള്ള വേറൊരു ബീച്ചിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ബുധുവ എന്ന് പറഞ്ഞൊരു സ്ഥലത്തിന് അടുത്തുള്ളൊരു ബീച്ചാട്ടോ. നമ്മൾ ആ ബീച്ചിലെത്തിയപ്പോഴേക്കും ഒരു പൂവുണ്ട്. ഈ പൂവിൻ്റെ ടെക്സ്ചർ തന്നെ ഭയങ്കര ഡിഫറെൻ്റാണ്. അപ്പം ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നു ഇതെന്ത് പൂവാണെന്ന്. ഈ ഒരു ബീച്ചുണ്ടല്ലോ, ശരിക്കും സീസൺ ടൈമിൽ ഒരുപാട് ബീച്ച് ബെഡ്സൊക്കെ ഇട്ട് ആൾക്കാർ ഒരുപാട് വരുന്ന നല്ല തിരക്കുള്ളൊരു ബീച്ചാട്ടോ. പക്ഷെ നമ്മൾ പോയത് ലൈക്ക് ഒരു ഓഫ് സീസൺ അങ്ങനത്തെ ഒരു ടൈം ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ബീച്ച് പ്രൈവറ്റ് ആയിട്ട് കിട്ടിയിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഈ ഒരു ട്രിപ്പിൽ പല സ്ഥലത്തും അങ്ങനെ ഭയങ്കര പ്രൈവറ്റായിട്ട് കുറേ സ്ഥലങ്ങൾ കിട്ടിയായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ മാത്രം, വേറെ ആരുമില്ല, നല്ല രസമായിരുന്നു. നമ്മളപ്പോൾ കാല് നനച്ചൊക്കെ ആയിരുന്നു കേട്ടോ, എന്തോരം തണുപ്പുണ്ടെന്ന് അറിയാനായിട്ട്. നല്ല തണുപ്പുണ്ടായിരുന്നു. ഒന്നാമത് ഈവനിങ് ടൈമും കൂടെ ആയത് കാരണം വെള്ളം കുറച്ചും കൂടെ തണുപ്പായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഇങ്ങനെ കാലിങ്ങനെ മുക്കുമ്പോൾ ഉള്ളത്രയും തണുപ്പ് ഒരു ചെറിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. എന്നാലും നമുക്ക് ഫുള്ളായിട്ട് വെള്ളത്തിൽ കളിക്കാനൊന്നും പറ്റത്തില്ല. നല്ല തണുപ്പാണ്. സംസാരിച്ചിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കാനായിട്ട്. പിന്നെ നമ്മൾ ഫോട്ടോസ് ഇങ്ങനെ എടുക്കായിരുന്നു. വീണു ക്യാമറകൾ ടൈമറൊക്കെ വെച്ച് സ്റ്റാൻഡിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടി ഫോട്ടോ, നമുക്ക് വേറെ ആരും കൂടെ ഇല്ലാത്ത കാരണം ഫോട്ടോസ് എടുത്തു തരാൻ ആരുമില്ലല്ലോ. നമ്മൾ സ്റ്റാൻഡ് കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്യാമറ വെച്ചിട്ട് നമ്മൾ ഫോട്ടോസ് നമ്മളെ തന്നെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ അപ്പോൾ കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ കൂടെ IPL വന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ട്രിപ്പ് വന്നേക്കാണെന്നുണ്ടെങ്കിൽ ഇടയിൽ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് IPLൻ്റെ സ്കോർ നോക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഹൈലൈറ്റ്സ് ഉണ്ടില്ലെങ്കിൽ യാതൊരു സമാധാനം കിട്ടില്ല കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു നൈറ്റ് ആവാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലോട്ട് പോകാൻ പോവാട്ടോ. അപ്പോൾ നമ്മൾ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയേക്കാട്ടോ. ഇവിടെ മെനു ഒക്കെ ഇവരുടെ ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവില്ല ശരിക്കും എന്താണ് ഐറ്റം എന്നുള്ളത്. അപ്പോൾ ഒരു ഇച്ചിരി നേരം മെനു നോക്കി ഗൂഗിൾ ചെയ്ത് എന്താ സാധനം എന്നൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ടേ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു മിക്സഡ് ഗ്രില്ലും പിന്നെ അതുപോലെ ഒരു ബർഗറും ഓർഡർ ചെയ്തു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു ഇവരുടെ ഫുഡൊക്കെ. അതുപോലെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നമ്മളെ കൊണ്ട് ഇത്രയും കഴിച്ച് തീർക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്നത്രയും കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലോട്ടാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റേയിലെത്തിയിട്ടോ. ഇതൊരു സ്റ്റുഡിയോ പോലത്തെ റൂമാട്ടോ. നമ്മൾ ഇന്ന് മാത്രമാട്ടോ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. നാളെ നമ്മൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യും. നാളെ നമുക്കപ്പോൾ ബോട്ട് റൈഡ് ഉണ്ട്, പിന്നെ അതുപോലെ കേബിൾ കാർ അതിനകത്ത് കയറാനുണ്ട്. അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് നാളെ. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ ബൈ.